അയ്യപ്പെട്ട നിയമസഭാ ഇലക്ഷന് ഇനി കേവലം 2-2.5 മാസം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ എത്രമാത്രം മാറാൻ സാധ്യതയുണ്ട്? ബി ജെ പി വളരെ ശക്തമായി നല്ല പ്രതീക്ഷയോടെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ബി ജെ പി എത്ര സീറ്റ് പിടിക്കും? നമുക്കറിയാം, ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഇപ്പോൾ 2020 ചെന്നുവിട്ടു. 2020 സാബു ജേക്കബ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല 2020 നിന്ന് നിരവധി അവരുടെ പ്രവർത്തകരെല്ലാം ബി ജെ പി 2020 നിന്നും രാജിവെക്കുന്ന സ്ഥിതിയുണ്ട്. പിന്നെ കൂടാതെ എസ് രാജേന്ദ്രൻ CPM-ൻ്റെ മുമ്പത്തെ MLA രാജേന്ദ്രൻ ബി ജെ പിയിലുണ്ട്. അങ്ങനെ അതുപോലെ CK ജാനുവിൻ്റെ പാർട്ടി ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. സണ്ണി എം കപ്പിക്കാട് UDF സ്വതന്ത്രനായി വൈക്കത്ത് മത്സരിക്കുമെന്ന വാർത്തകൾ വരുന്നുണ്ട്. ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ്? എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു. കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ബി.ജെ.പി കഴിഞ്ഞില്ല. 1-2 മുനിസിപ്പാലിറ്റികൾ മാത്രമാണ്, തൃപ്പൂണിത്തുറയും മാത്രമാണ്. പന്തളവും പോയി, അവർ പാലക്കാടും പോയി. അതുകൊണ്ട് ബി.ജെ.പിയുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ട്? കേരളത്തിൽ ഒരു തൂക്കു മന്ത്രിസഭക്കാണോ സാധ്യത? തുഫൽ ആദ്യം ചോദിച്ച ചോദ്യം LDF UDF മുന്നണികളിൽ മാറ്റം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത്. മുന്നണി സമവാക്യങ്ങളിൽ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമോ എന്നാണ് ചോദിച്ചത്. ഇപ്പോഴും നമുക്ക് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ പറ്റിയിട്ടില്ല. കാര്യം ജോസ് കെ മാണിയും അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള ഒരാളെങ്കിലും അങ്ങോട്ടേക്ക് തിരിച്ച് ചാടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വേറെ കാര്യം ചെയ്യപ്പെട്ട ഇനിയിപ്പോൾ അടുത്ത മാസം ഈ ഫെബ്രുവരിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇടതുപക്ഷത്ത് നടക്കാൻ പോകുന്നത്. ഒന്ന് ജാഥ. അതിൽ മധ്യമേഖലാ ജാഥ നയിക്കുന്നത് ക്യാപ്റ്റനായിട്ട് ജോസ് കെ മാണിയാണ്. തെക്കൻ മേഖലാ ജാഥ ബഹുമാനപ്പെട്ട CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. വടക്കൻ മേഖലാ ജാഥ നയിക്കുന്നത് MV ഗോവിന്ദനാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ LDF-ന് 98 MLA-മാരാണ് LDF-നുള്ളത്. ഈ 98 MLA-മാരും അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ജാഥ നടത്താൻ പോവാം. ഈ 98 അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തോന്നും ബാക്കി 42 മണ്ഡലങ്ങളിൽ UDF-നാണല്ലോ ആധിപത്യം. 98 ഇപ്പോൾ നിലമ്പൂർ പോയതോടുകൂടി 98 ഇപ്പോൾ LDF-ന്റെ MLA-മാരുള്ളത്. പിണറായി വിജയൻ തന്നെയാണ് ധർമ്മടത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ജാഥ. അതായത് ഇടതുപക്ഷം, അതായത് CPM-ന്റെ ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഇടതുപക്ഷത്തെ CPM MLA-മാർ അവരുടെ മണ്ഡലത്തിൽ മാത്രം ജാഥ നടത്തുന്നു. അതുകൂടാതെ LDF-ന്റെ മേഖലാ ജാഥ എന്ന് വരുന്നുണ്ട്. തെക്കൻ മേഖലാ ജാഥ, മധ്യമേഖലാ ജാഥ. അല്ല, ഈ MLA-മാരുടെ ജാഥ ഇന്നലെയാണ് റിപ്പോർട്ടറിന്റെ വെബ്സൈറ്റിൽ ഞാൻ ആ വാർത്ത വായിച്ചു. പക്ഷേ എങ്കിലും നമുക്ക് പറഞ്ഞു വരുമ്പോൾ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിനെ പാലയിൽ തന്നെ നിർത്തുമെന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു ട്രാപ്ഡ് ആണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. സംഭവം മറ്റൊന്നുമല്ല. ഇതിലിപ്പോൾ പറയാൻ പോകുന്ന LDF-ൽ UDF-ൽ ആരൊക്കെ ചാടുമെന്ന് ചോദിച്ചാൽ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട്. എന്തായാലും റോഷി അഗസ്റ്റിൻ പോവില്ല. എണ്ണം പോവില്ല. ബാക്കി ആരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ജോബ് മൈക്കിൾ, ജയരാജ്, ഫ്രാൻസിസ്, കുളത്തിങ്കൽ ഇവർ ഇത്രയും പേര് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രമേൽ സമ്മർദ്ദം സഭയുടെ ഭാഗത്തു നിന്ന്. അങ്ങനെയാണെങ്കിൽ അയ്യപ്പെട്ട ഇപ്പൊ സമ്മർദ്ദം സഭയുടെ ഭാഗത്തുണ്ടെങ്കിൽ PJ ജോസഫ് ഇപ്പൊ നിലവിൽ UDF-ന്റെ കൂടെയാണ്. PJ ജോസഫിന്റെ പാർട്ടിക്ക് വലിയ താല്പര്യമില്ല. ജോസഫിനെ അത്രയുണ്ട് ഇവർ മുഖവിലേക്ക് എടുക്കില്ല. കാര്യം PJ ജോസഫിന്റെ പാർട്ടി കഴിഞ്ഞ തവണ ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോഴത്തേക്ക് എന്ത് പെർഫോമൻസ് ആണ് നടത്തിയത് നമ്മൾ പറഞ്ഞു വരാം. നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ UDF-ൽ ഇപ്പൊ LDF-ൽ നിന്ന് ജോസ് കെ മാണി പോയെന്നിരിക്കട്ടെ അല്ലെങ്കിൽ പോയില്ലെന്നിരിക്കട്ടെ, എന്നാലും പാലയിൽ ഇപ്പൊ കോട്ടയം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താണ് ഈ പറയുന്ന പോലെ BJP എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. BJP സ്ട്രോങ് ആണ്. BJPയുടെ എണ്ണം പറഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഏത് സ്ഥലത്ത് നിർത്തിയിരുന്നാലും ഏറ്റവും നല്ലൊരു ക്രൗഡ് പുള്ളറാണ്. ഇന്നലെ വരെ BJP എടുത്തൊരു സ്ട്രാറ്റജി അല്ല ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എടുക്കാൻ പോകുന്നത്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ഇത് 3ഉം അവർ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മഞ്ചേശ്വരം 4, ഒരു 3 സീറ്റ് കിട്ടിയാലും അവർക്ക് കിട്ടാവുന്ന ലോട്ടറി എന്നല്ല, അവരുടെ കഴിവാണ്. ബമ്പർ എന്നല്ല, അവർ കഴിവാണ്. അവരങ്ങനെയാണ് സ്ട്രാറ്റജി പോകുന്നത്. ഇവിടെ ഇപ്പോൾ CPM കരുതുന്നത് ഒരു തവണ കൂടെ തങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഒന്നുകൂടെ ആസനം കാറിലൊക്കെ ഉറപ്പിച്ച് സുഖലോലുപരായി 75 ഭടന്മാരുടെ ഭടന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ പോലീസുകാരെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു രാജാ പാർട്ടിൽ ഇദ്ദേഹത്തിന് പോവാം, വരാം, സഞ്ചരിക്കാം, കുറച്ചുകൂടെ അഹങ്കാരം കാണിക്കാം, കുതിരയ്ക്ക് കൊമ്പ് കൊടുത്തണക്ക് ഇനി ഒന്നുകൂടെ സഹാക്കൾക്ക്. കാര്യം CPM-നെ സംബന്ധിച്ച് സഹാക്കൾക്ക് എപ്പോഴാണ് അവർ മനുഷ്യരാവണമെന്നറിയോ? ഇപ്പൊ പിണറായി വിജയന്റെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ വളരെ സാധുവാണ്. ഇതേപോലൊരു സാധുവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല.
ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലെ വരെ പിന്നെ നമ്മളെ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത, ഇന്നലെ വരെ കേവലം ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി പോലും ഒരു അണിയെ കണ്ടാൽ തങ്ങൾക്കുള്ളൊരു വോട്ടാണ് അവരെ മുഖത്ത് പോലും നോക്കാത്ത CPM-കാർ ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഗൃഹസന്ദർശനം കൊടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ നേരിട്ട തിരിച്ചടിക്ക് ശേഷം ഗൃഹസന്ദർശനം, എല്ലാ വീടുകളിലും ഗൃഹസന്ദർശനം നടത്തി ആൾക്കാരുടെ പ്രതികരണങ്ങൾ തേടി ആൾക്കാരോട് വിനയാന്വിതമായി പെരുമാറുക, ആൾക്കാർ പറയുന്നത് നല്ല സഹിഷ്ണുതയോടെ കേൾക്കുക എന്ന ലൈനിൽ ഗൃഹസന്ദർശനം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം, സഹിഷ്ണുതയോടെ കേട്ട ശേഷം ഗേറ്റിന് പുറത്തിറങ്ങിയിട്ട് 10 തെറി അവരെ വിളിച്ചിട്ട് പോണ സഹാക്കളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 10 തെറി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ടല്ലേ എന്ന് പറയുന്നത് എനിക്കറിയാം, ഞാൻ പറയുക, ഓപ്പണായിട്ട് പറയും. അപ്പൊ ഇത്തരത്തിൽ അവരിങ്ങനെ ഗൃഹസന്ദർശനം നടത്തി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് BJP ഇവരെ ഇങ്ങനെ ഒന്ന് കുരുക്കാനുള്ള പരിപാടിയാണ്. ഇവർ കുരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ കുറച്ച് വോട്ട് മാറ്റി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെ കുറച്ച് വോട്ട് മറിയും എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും BJP നിർത്തുന്ന സ്ഥാനാർത്ഥികൾ, നമ്മൾ പണ്ടൊക്കെ തുഫേലിനെ അറിയുന്നവരല്ല, എൻ്റെയൊക്കെ തീരെ കുട്ടിപ്രായത്തിൽ സൈക്കിളജ്ഞക്കാരുണ്ട്. സൈക്കിളജ്ഞക്കാർ ഒരു സ്ഥലത്ത് വന്നിട്ട് അവർ സൈക്കിളിൽ തലകുത്തി മറിയും, സൈക്കിൾ ചവിട്ടും, അവരുടെ പെർഫോമൻസ് നടത്തും, അവരവിടെ നിന്ന് അടുത്ത ദേശത്തേക്ക് അങ്ങ് പോകും. ഈ കൂടാരം പോലെ, സർക്കസ് നടത്തണ പോലെ. അതുപോലെ ഇവർ ഈ പറയുന്ന പോലെ ഒരു സ്ഥലത്ത് ഒരാളിനെ നിർത്തും, അയാൾ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അവിടെ കുറേ വോട്ടൊക്കെ സ്വീകരിച്ചിട്ട് അവരവിടെ നിന്ന് അടുത്ത് അങ്ങനെ പോകും. അപ്പോൾ ആ പരിപാടി ഇനിയിപ്പോൾ അങ്ങ് നിർത്തുക. ഈ കഴക്കൂട്ടത്ത് V. മുരളീധരൻ ഇപ്രാവശ്യം നിന്ന് കഴിഞ്ഞാൽ CPM ഒരു നല്ല കാൻഡിഡേറ്റിനെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ V. മുരളീധരൻ ജയിക്കും. നേമത്ത് ശിവൻകുട്ടിയാണെങ്കിലും നല്ല ഫൈറ്റ് കിടക്കും. ഈ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ശോഭ സുരേന്ദ്രൻ അവരിൻ്റെ കായംകുളത്തും മറ്റ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തന്നെയും അവരും ജയിക്കും, സുരേന്ദ്രനും ജയിക്കും. പിന്നെ നമുക്കൊന്നുകൂടെ പറയാം, കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ക്രിസ്ത്യൻ ബെൽറ്റ് അവർ വോട്ട് മാറി ചെയ്യുന്നുണ്ട്. അനൂപ് ആന്റണി. പക്ഷേ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF അനുകൂലമായിട്ടാണ് ക്രിസ്ത്യൻ ഞാനൊരു സത്യം പറയട്ടെ, ആ ഒരു പാറ്റേൺ വേറെ അല്ല. ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയട്ടെ. അതായത് ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ, അതായത് പാലാ ബിഷപ്പ്, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്, ഇപ്പോൾ വരാപ്പുഴ ബിഷപ്പ്, കൊച്ചി അതിരൂപത ബിഷപ്പ്, കഴിഞ്ഞ ദിവസമൊക്കെ ജോസ് കെ മാണി പോയി ചർച്ചയൊക്കെ നടത്തി, ദിവസങ്ങൾക്ക് മുമ്പ് കൂടിക്കാഴ്ചയൊക്കെ നടത്തി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സഭാ മേലധ്യക്ഷന്മാരെ LDF-നൊപ്പം കൂട്ടാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടേ ഈ ബിഷപ്പുമാരെയും മതമേലധ്യക്ഷന്മാരെയും ജോസ് കെ മാണി കാണാനുള്ള നീക്കത്തിന് പിന്നിൽ? അല്ല, ജോസ് കെ മാണി കണ്ടതിന് LDF-ന് വേണ്ടിയാണോ UDF-ന് വേണ്ടിയാണെന്ന് നമുക്കറിയാം. പുറമേ പറഞ്ഞത് LDF-ന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ജോസ് മോൻ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ജോസ് മോനെ നീ ഇങ്ങനെ നിൽക്കരുത് കേട്ടോ, നിനക്ക് പറ്റിയ ഇടമല്ല കേട്ടോ, നമ്മുടെ ഇതുമായിട്ട് യോജിച്ചതാണോ ജോസ് മോനെ നമ്മൾ തിരിച്ചു പറഞ്ഞു കേട്ടോ എന്ന് ജോസ് മോനോട് സ്നേഹത്തോടെ ഒരു അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് മോൻ ശരി അച്ചോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങിയത്. വെളിയിൽ വന്നിട്ട് പറയും LDF-ന് ശക്തിപ്പെടുത്താനാണ്. തൂപ്പയിൽ എന്തോന്ന് പറഞ്ഞത്, കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നിൽക്കുന്നതല്ല നാളെ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ക്രൈസ്തവ വോട്ട് അവരെ സംബന്ധിച്ച് കാര്യം കാണുക എന്നുള്ള ഒരു വലിയ ഘടകമാണ്. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ 2020 ഇപ്പൊ മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു 2 ആഴ്ചക്ക് മുമ്പ് നമ്മൾ മുമ്പ് ചർച്ചയ്ക്ക് 1-2 ചർച്ചകൾ പറഞ്ഞ കാര്യമാണ്. ദീപിക ദിനപത്രത്തിൽ ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു, ഞാൻ പ്രസംഗം വായിച്ചു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് മാസങ്ങളായി. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ക്രൈസ്തവരെ ഈ സർക്കാർ, LDF സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും ക്രൈസ്തവർക്കെതിരെ പല നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പൊ അതിൽ ക്രൈസ്തവർ ഭയങ്കര അതൃപ്തരാണ്. തീർച്ചയായിട്ടും അങ്ങനെ ക്രൈസ്തവര് അതൃപ്തരാണെന്നുള്ളത് തന്നെ ക്രിസ്സംഗി ഇപ്പൊ ഉണ്ട്. ക്രിസ്സംഗികൾ കാസ ഉൾപ്പെടെയുള്ള ക്രിസ്സംഗികളുണ്ട്. ഈ ക്രിസ്സംഗികൾ ഞാൻ അതിൽ തെറ്റ് പറയത്തില്ല. നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ തെറ്റ് പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കാര്യം കാണും. ഇപ്പൊ ഞാൻ പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ നിന്നിട്ട് ഈ പറയുന്ന വെട്ട് നടത്തിയിട്ട് കണ്ണൂരത്തെ ഒരു സഖാവിന് ഈ പറയുന്ന രീതിയിൽ വന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ലേ? ഒരാൾ മരിച്ചതിന്റെ പേരിൽ പിരിച്ച ഫണ്ട് അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ നമുക്ക് പറയാനുള്ളത് BJP പ്രോംപ്റ്റ് ആയിട്ട് ഇപ്പൊ അനൂപ് ആന്റണി, രാജീവ് ചന്ദ്രശേഖർ ഇതേപോലെ കൃത്യമായി ഇത് കേന്ദ്രമന്ത്രി കുര്യൻ വരെ മത്സരിക്കുന്ന പറയുന്നത്. അപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ ഭാഗങ്ങളിലൊക്കെ ഈ പറയുന്ന ക്രിസ്ത്യൻ ബെൽറ്റ് ഇപ്പൊ അവർക്ക് ദേഷ്യവും വിരോധവും ഒക്കെ ഉണ്ടായി എന്നുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം വളരെ മാറ്റം ഈ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഇവർ കരുതുന്ന പോലെ, CPM കരുതുന്ന പോലെ ഒരു എൻ ബ്ലോക്ക് വോട്ട് BJP ഈ പറയുന്നതൊക്കെ വെറുതെയാണ്. പക്ഷെ അപ്പൊ എനിക്ക് സംശയം ചോദിക്കുന്ന അറിയപ്പെട്ട, നമുക്കറിയാലോ ഛത്തീസ്ഗഡിലും അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയും കന്യാസ്ത്രീകൾക്ക് നേരെയും ഈ ക്രിസ്മസ് കാലത്ത് പോലും ക്രിസ്മസിന്റെ സ്തൂപങ്ങൾ അടിച്ചു ചേർക്കുന്നു, പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അങ്ങനെ പല വിഷയങ്ങളും നിലനിൽക്കുന്നുമുണ്ട്. അല്ല തുഫേൽ, അതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ, കാലാകാലങ്ങളായിട്ട് കുറെ അവർ RSSും BJPയും ഒക്കെ അങ്ങനെയാണ്, കുറെ അങ്ങനെയുള്ള
പ്രാന്തന്മാരുണ്ടെന്ന് എന്നെ രാജി ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. കുറെ പ്രാന്തന്മാർ അങ്ങനെയുള്ളവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രാന്തന്മാരെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അത് ഈ പാർട്ടി അങ്ങ് കാര്യം അത് ഈ ശീലിച്ചു വന്ന ഒരു ശീലമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പണ്ട് ഈ കേരളത്തിൽ എങ്ങനെയായിരുന്നു, ഒരു പുലയനോ അല്ലെങ്കിൽ ഞാനത് പറയുന്ന ജാതിയും മതമൊന്നുമല്ല, നമുക്കൊരു വരമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ പറയും നമ്മൾ ഒരു വയൽ വരമ്പിൽ കൂടെ നടന്നു പോവുകയാണ്, ഒരു താഴ്ന്ന ജാതിക്കാരൻ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മറ്റേ രാജാവ് വരുന്ന പോലെ മറ്റേ കൂടിയ സമുദായത്തിലുള്ളവർ വരുന്ന ഇവർ മാറി ഇന്നോടത്ത് പോകുന്ന ആ ഒരു അകലം മനസ്സിലെ ക്യാൻസറാണ്. അപ്പം മനസ്സിൽ ക്യാൻസർ ബാധിച്ച കുറെ പഴയ പ്രാന്തന്മാർ ഇവിടെ ഉണ്ട്. ആ പ്രാന്തന്മാരാണ് ഈ പറയുന്ന രീതിയിൽ ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെ അടിക്കുന്നത്. അത് ഗ്രാജുവലി അവർ മാറ്റും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ കുർബാനയ്ക്ക് പോയിരുന്നത്. ക്രിസ്മസിന് പോയിരുന്നില്ലേ? അതൊരു ഭയങ്കര മാറ്റമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇന്ന് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, ഇനി അങ്ങോട്ട് പോകുന്തോറും CPM എന്ന് പറയുന്ന കേക്കും കൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു. ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ കേക്കും കൊണ്ട് അരമനകളിലേക്കും പള്ളിമേടകളിലേക്കും വരണ്ടെന്നും പറയുകയും ചെയ്തവര്. അതൊക്കെ അവർ സോൾവ് ചെയ്യും. അതിനുള്ള കഴിവ് രാജി ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ കോർപ്പറേറ്റിനെ ചുമ്മയല്ല ഇവിടെ ആക്കിയത്. വിഭാഗീയത കളിക്കാനല്ല, സുരേന്ദ്രൻ പക്ഷം അല്ലെങ്കിൽ മുരളീധരൻ പക്ഷം, ഇങ്ങനെ പക്ഷം കളിക്കാനല്ല അവിടെ ആക്കിയത്. പക്ഷം കളിക്കലൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ അവിടെ പോയി എങ്ങനെ പിടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തലയുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവരുടെ കയറണമെങ്കിൽ ഇങ്ങനെ കയറണം. അവർക്ക് അനൂപ് ആന്റണി ഉണ്ട്, പിന്നെ ഷോൺ ജോർജ് ഉണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയി. ഷോൺ ജോർജ് ഉറപ്പായിട്ടും അദ്ദേഹം എവിടെയാണ് മത്സരിക്കുന്നത്? പറയുന്നുണ്ട്. അദ്ദേഹം പൂഞ്ഞാറ് മത്സരിക്കും, അദ്ദേഹം ജയിക്കും. അത് അദ്ദേഹം പൂഞ്ഞാറില്ലെങ്കിൽ പാലയിൽ എന്ന് പറയുന്നുണ്ട്. പാലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജോസ് കെ മാണിയെ മാണി സി കാപ്പനെ ജോസ് കെ മാണിയെ പൊട്ടിച്ച് ഈ പറയുന്ന ഷോൺ ജോർജ് ചിലപ്പോൾ ജയിക്കും. അതുകൊണ്ട് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇതൊരു തുടക്കമാണ്. BJP വളരെ കണ്ണിങ് ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അവർക്ക് ഇവിടെ ക്രിസ്ത്യൻ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ അവർ ക്രിസ്ത്യൻ സ്നേഹത്തിലേക്ക് പോകും. അവർക്ക് പ്രാക്ടിക്കലാണ്. BJPയും പ്രാക്ടിക്കലാണ്, ക്രൈസ്തവ സമൂഹം അങ്ങനെ ആയിരിക്കണം. ഇവിടെ കുറെ മണ്ടന്മാർ കുറെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ കുറെ മണ്ടന്മാരും. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നവർ നമ്മൾ കാണാൻ പോകുന്നത് SNDP സമുദായത്തിൽ ഉണ്ടായിരുന്ന അവരുടെ വോട്ട് ഇപ്പോൾ BJPക്ക് പോയെന്ന് പറയുന്നത് പോലെ CPMന്റെ കേഡർ സ്വഭാവമുള്ള അണികളെല്ലാം തന്നെ BJPയിലേക്ക് പോകും. CPMന്റെ കേഡർ സ്വഭാവമുള്ള പിന്നെ ഈ പറയുന്ന അണികളെല്ലാം പോകും. കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കൾ BJPയിലേക്ക്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഈ 2026 BJPയെ സംബന്ധിച്ച് ഒരു ട്രയലാണ്, ജസ്റ്റ് ടെസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. അടുത്ത ഇത് 2026 ദെൻ 5 കൊല്ലം കഴിഞ്ഞ് 2031 നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 10 സീറ്റ് കൂടുതൽ BJP നേടും. BJPയോട് കൂറുണ്ടായിട്ടോ BJPയിലേക്ക് ചുവട് മാറിയെന്നോ ആരും ധരിക്കണ്ട. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ പോവുള്ളൂ. കാര്യം രണ്ട് വശത്തുള്ളവർ തമ്മിൽ ഇപ്പോൾ കോൺഗ്രസ് ഒന്നിനൊന്നിനൊന്നിന് കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആന്റി ഇൻകംബൻസി ഉണ്ട്. ഇന്നലെ യാദൃശ്ചികമായിട്ട് ഞാൻ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനും പഴയ ദേശാഭിമാനിയിലെ മുതിർന്ന പത്രപ്രവർത്തകനായ അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിന്റെ വീട്ടിൽ ഞാൻ പോകാൻ ഇടയായി. അപ്പോൾ അപ്പുക്കുട്ടൻ വള്ളിക്കുന്നുമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ രാഷ്ട്രീയവും കടന്നു വന്നു. അപ്പോൾ ആ ചർച്ചയിൽ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഈ സർക്കാർ കറപ്റ്റഡ് ആണ്, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട്, എനിക്ക് പല കാര്യങ്ങളും അറിയാം. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ല, പക്ഷേ ശക്തമായ പിണറായി വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്ന പോലെ ഇനിയും ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. BJP ഇത്തവണ അവരെ നല്ല പൊട്ടാസ് സ്ഥാനാർത്ഥികളെ, അതായത് ഇവർ ഇതുവരെയും ഓരോ സ്ഥലത്തും പടക്കം പൊട്ടുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ആ പടക്കം പൊട്ടുന്ന സ്ഥാനാർത്ഥികൾ കുറെ വോട്ടും കൊണ്ടിങ്ങി പോരും. ഇതൊരു ട്രയലാണ്. തൂക്ക് എന്ന് നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും BJP പണി ആരംഭിച്ചു കഴിഞ്ഞു.